ഹായ് കൂട്ടുകാരെ, ഇത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ സ്ഥിതി ചെയ്യുന്ന അണ്ണാമലയാർ ക്ഷേത്രം അല്ലെങ്കിൽ അരുണാചലേശ്വര ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു 10-12 വർഷത്തെ ആഗ്രഹ സാക്ഷാത്കാരമാണ്. അരുണാചലേശ്വരൻ്റെ ധാരാളം ഭജൻസ് ഞാൻ പാടിയിട്ടുള്ളതാണ്. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തിരുവണ്ണാമല ക്ഷേത്രത്തിലാണ്. അരുണാചലപതിയെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന്ന് സാധ്യമായി എന്നുള്ളതാണ്. വിചാരിച്ചിരിക്കാതെ ചിത്രാ പൗർണമിക്ക് സാധ്യമായി. അപ്പോൾ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും മാത്രമല്ല എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ശരിക്കും ഇത് നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിൽ അമ്പിളിമാവൻ എന്ന് പറയുന്ന സ്റ്റോറി ബുക്കിൽ വായിച്ചിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം കഥ. അതായത് മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരു മത്സരമുണ്ടായി. ആരാണ് ലോകത്ത് ഏറ്റവും അതായത് വലുത് എന്ന് ചോദിപ്പിക്കുന്ന. അപ്പോൾ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് മേൽക്കോയ്മ, ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അപ്പോൾ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിൽ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഇങ്ങനെ അഗ്നി ലിംഗത്താൽ പിന്നെ ഭൂമിയിൽ നിന്ന് ആകാശം ടച്ച് ചെയ്യത്തക്ക രീതിയിൽ വളർന്നു വലുതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രഹ്മാവ് അതിൻ്റെ ആദ്യം കാണാനായിട്ട് അരയന്നത്താൽ മുകളിലേക്ക് സഞ്ചരിക്കുകയും മഹാവിഷ്ണു വരാഹരൂപേണ ഭൂമിക്കടിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു? താഴെ പോയിട്ട് ഒന്നും കാണാണ്ട്, അറ്റം കാണാണ്ട് മഹാവിഷ്ണു തിരിച്ചു വന്ന് തോൽവി സമ്മതിച്ചു. ബ്രഹ്മാവട്ടെ മുകളിൽ പോയിട്ട് ഒരു താമരപ്പൂവും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ശിവൻ്റെ അഗ്രം കണ്ടു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നുണ പറഞ്ഞു. അപ്പോൾ ശ്രീപരമേശ്വരന് ദേഷ്യമായിട്ട് ബ്രഹ്മാവിൻ്റെ വിഗ്രഹം എവിടെയും വെച്ച് ഭൂമിയിൽ ആരാധിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ശിവലിംഗം, അതായത് അഗ്നി യുടെ രൂപത്തിലുള്ള ശിവലിംഗം, അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം അതാണ് ഇവിടെ കാർത്തിക ദീപം. അരുണഗിരി, അണ്ണാമലൈ എന്ന് പറയുന്നത് അരുണഗിരി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ അരുണഗിരി എന്ന് പറയും. ഈ ക്ഷേത്രത്തിന് തൊട്ട് പുറകിലായിട്ടാണ് ആ മല നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കാർത്തിക ദീപമാണ് ഇവിടുത്തെ വിശേഷം, ഉത്സവം എന്ന് പറയുന്നത്. ആ മലയിൽ ഇങ്ങനെ കാർത്തിക ദീപം കത്തിക്കും അത്രേ, ഇങ്ങനെ നാളമായിട്ട് നിറയെ. അവിടെ മുഴുക്ക ക്ഷേത്രവും ആ മലയും നിറയായിട്ട് അഗ്നി കൊണ്ടും വിളക്കുകൾ കൊണ്ടും പ്രകാശമാക്കി കത്തിക്കുന്നതാണ് ഇവിടുത്തെ വിശേഷം എന്നാണ് പറയുന്നത്. പിന്നെ അല്ലാത്ത ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ചിത്ര പൗർണമിക്കാണ് അവിടെ പോയത്. പൗർണമിയാണെന്ന് അറിയാമായിരുന്നു, ചിത്ര പൗർണമിയാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ പൗർണമി നാളിൽ ഗിരിവലം വയ്ക്കുക എന്ന് പറയും. അതായത് ഈ അരുണാചല പർവ്വതത്തിൻ്റെ ചുറ്റിനും ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരിക എന്നുള്ളതാണ്. അത് 14 കിലോമീറ്റർ ഉണ്ട് അത്രേ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് പറ്റിയില്ല. ഇത് ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ കാണുന്നതാണ്, കാമ്പൗണ്ടാണ് കേട്ടോ. അവിടെയെല്ലാം ഇവിടെ എല്ലാവർക്കും വിശക്കുമ്പോൾ കഴിക്കാനുള്ള സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്, ദാഹജലം എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു വലിയ ഗ്രേറ്റാണ്. പിന്നെ നടക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനത്തെ ഒരു പോകുന്നുണ്ട്, ട്രക്ക് പോലത്തെ ഒരു വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സൗകര്യവും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നത് വരെ, ശ്രീകോവിലിനുള്ളിൽ കയറുന്നത് വരെ അവർ തിന്നാനും കുടിക്കാനും കൊടുക്കുന്നുണ്ട്. അതാണ് ബിസ്ക്കറ്റ്, പഴം, ഇങ്ങനെ ലഡ്ഡൂസ്, ഡിഫറെൻറ്റ് ലഡ്ഡൂസ്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കഥ. ഞാൻ ഈ പറഞ്ഞ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു കഥ. അപ്പോൾ ഇവിടെ അഗ്നിലിംഗമായിട്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. പിന്നെ ദേവിയുണ്ട് ഇവിടെ. ദേവിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ. അതായത് ഭഗവാനും ദേവിയുമായിട്ട്
കൈലാസപർവ്വതത്തിൽ ലീലാവിലാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദേവി വെറുതെ ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് കണ്ണ് പൊത്തിയത്രേ. അപ്പോൾ അന്നേരം അവിടെ ഒരു നിമിഷം, ദേവലോകത്ത് ഒരു നിമിഷം ഇരുട്ടായത് ഭൂലോകത്ത് വർഷങ്ങളോളം ഇരുട്ടായി അത്രേ. അപ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റാതായി. അപ്പോൾ ദേവിക്ക് അതിൽ ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. ദേവി ഈ അരുണഗിരിയിൽ വന്നിട്ട്, ഈ പർവ്വതനിരകളിൽ വന്നിട്ട് ദേവി ധ്യാനത്തിലിരുന്നു. അപ്പോൾ ധ്യാനത്തിലിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവി ഉണ്ണാതെ വെള്ളം പോലും കുടിക്കാണ്ട്, കുട്ടികൾക്ക് മുലപ്പാൽ പോലും കൊടുക്കാണ്ടാണ് ദേവി ഇരുന്നതത്രേ. ഭഗവാന്റെ ഭക്തർക്ക്, ശിവഭക്തർക്ക് സമാധാനവും സന്തോഷവും കിട്ടണേ, പ്രകാശം കൊടുക്കണേ എന്ന് വച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശിവനും പാർവതിയുമായിട്ട് ഇവിടെ ചേർന്ന് അർദ്ധനാരീശ്വര ക്ഷേത്രമായിട്ടും കൂടെയാണ് ഇതിനെ പറയപ്പെടുന്നത്. ദേവിയുടെ ഇവിടെ അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ ദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ. അതിന് ദേവിയെ ഇവിടെ പറയുന്നത് ഉണ്ണാമുലൈ ദേവി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ പാർവതി ദേവിക്കുള്ള പേര് അങ്ങനെയാണ്. അതിങ്ങനെയാണ്. ദേവി വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ഒക്കെ ഭഗവാനെ ധ്യാനം ചെയ്തുകൊണ്ടാണ് ദേവിക്ക് അങ്ങനത്തെ പേര് വന്നത് അത്രേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഥയൊക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ അതൊക്കെ എനിക്കറിയാമായിരുന്നു, പക്ഷേ ദേവിയുടെ ആ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു, കഥയെല്ലാം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കണ്ടില്ല, ഇതങ്ങ് അകത്ത് കയറിയിട്ടാണ് ശ്രീകോവിലിന് നമ്മൾ കയറാൻ പോകുന്ന അവസരത്തിലുള്ള ക്യൂ ഒക്കെയാണ് കണ്ടത്. ഭഗവാന്റെ നന്ദികേശ്വരനെയും ഒക്കെ കാണാൻ പറ്റും. അകത്ത് കയറിയിട്ട് സൈഡിലുള്ളതാണ് ഇതെല്ലാം. എല്ലാം ഫോട്ടോഗ്രാഫി എല്ലാം അലൗഡാണ് അവർക്ക്. പിന്നെ ശരിക്കും നമ്മൾ താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം മാത്രം നമ്മൾ എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അങ്ങനെയാണ്. ഒരു നല്ല ഗ്രേറ്റ് ദർശനം തന്നെയായിരുന്നു അത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നല്ല ദർശനം. അപ്പോൾ എന്നിട്ട് നമുക്ക് ദർശനമൊക്കെ കഴിഞ്ഞ് ഇതുവഴി അങ്ങ് പിന്നെ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഇത് അഗ്നിയുടെ രൂപത്തിലാണ് ശിവൻ ഇവിടെയെന്ന് പറഞ്ഞല്ലോ, ശിവലിംഗം. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ഷേത്രമായിട്ടും ഇത് പറയപ്പെടുന്നു കേട്ടോ. ഭഗവാന്റെ അഗ്നിലിംഗമായതുകൊണ്ട് ഇത് അഗ്നിക്ഷേത്രമായിട്ടും പറയപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ശരിക്കും. അങ്ങനെ നമ്മൾ പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ശിവൻ്റെ അഗ്നിലിംഗ ക്ഷേത്രത്തിലും പോയി എന്നുള്ളതാണ്. ഉണ്ടോ ലഡ്ഡു എല്ലാവരും. ഇത് ഷുഗർ വരുമോ അതൊന്നും അറിയത്തില്ല, എല്ലാവരും കഴിക്കുന്നുണ്ട്. എല്ലാവരും ഈ പ്രസാദം കഴിക്കുന്നുണ്ട് കേട്ടോ. പോരാത്തതിന് അതിനകത്ത് നിന്ന് ഭഗവാന് നിവേദിച്ച പ്രസാദമായിരിക്കും എന്ന് തോന്നുന്നു. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൗളിനകത്ത് പോലെ അവരിങ്ങനെ പ്ലാവില കൊണ്ട് ഇതാക്കിയതാണോ എന്നറിയത്തില്ല, ഉണ്ടാക്കിയതാണോ എന്നറിയത്തില്ല. നല്ല ഇലകൾ കൊണ്ട് എടുത്ത ഒരു ബൗൾ പോലെയുള്ളതിനകത്ത് ചോറ് തരുന്നുണ്ട് അവർ. പലവിധ റൈസ് ഉണ്ടല്ലോ, അതിൽ ലെമൺ റൈസ് പോലെ ഒരു റൈസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് വിശക്കത്തില്ല എന്തായാലും. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് വളരെ ഒരു 2-3 കിലോമീറ്ററിനപ്പുറത്തായിരിക്കും നമ്മൾ വണ്ടി ഇട്ടത് കേട്ടോ. അത് ചിത്ര പൗർണമി ആയിരുന്നതുകൊണ്ട് അന്നേ ദിവസം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനം വിടുന്നില്ല. അത്ര റഷായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല നമുക്ക് ദർശനം സുഖമായിരിക്കുമോ എന്നുള്ള കാര്യം. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് പോണോ വേറൊരു ദിവസം പോയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പുള്ളി വരാനേ താല്പര്യപ്പെട്ടിട്ടില്ല, പക്ഷേ വന്നു, എങ്ങനെയോ നടന്നു എല്ലാം. പിന്നെ ഞങ്ങൾ
മോനെ ഇങ്ങനെ ആക്കി റൂമിനകത്താക്കി. അവൻ അവിടെ ദുബായ് കഴിഞ്ഞ് അവന് ഏറ്റവും പരിചയമുള്ള സ്ഥലമാണ് ഇവിടെയെല്ലാം. അപ്പോൾ സേഫായിട്ട് നല്ലൊരു കംഫർട്ടബിൾ അപ്പാർട്ട്മെൻറ്റാണിത്. അപ്പോൾ അവിടെ ആക്കി ഞങ്ങൾ മലയാള ഗാനങ്ങളും വെച്ച് തിരിച്ചു എന്നുള്ളതാണ്. 2 റൂം 2 കുട്ടികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. പക്ഷെ അവൻ മാത്രമേ ഉള്ളൂ ആ റൂമിൽ. പിന്നെ അവന് സിംഗിൾ റൂം കിട്ടുമ്പോൾ മാറിയാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഓണറും ഒരു നല്ല മനുഷ്യനാണ്. പിന്നെ അവനെ ഒത്തിരി ഇഷ്ടവുമാണ് അവർക്കെല്ലാം. അപ്പോൾ അങ്ങനെ അവൻ അവിടെ സേഫായി. എൻ്റെ അടുത്ത് വഴക്കെല്ലാം കൂടുകയാണെങ്കിലും അവൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവനെ പഠിപ്പിച്ച സാറുമാർക്കും എല്ലാവർക്കും അവനെ ഇഷ്ടം തന്നെയാണ്. അതെന്തോ ഭഗവാന്റെ ഒരു അനുഗ്രഹം അവൻ്റെ. അതുപോലെ ഇതിൻ്റെ ഓണറെ അവന് പരിചയമുള്ളതാണ്. അങ്ങനെ അയാൾ വിഷ്ണു എന്ന് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര സ്നേഹമായിട്ടാണ് അയാൾ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം. തിരിച്ചു വരുമ്പോൾ വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അവൻ 2 വർഷമായിട്ട് നമ്മളോടൊപ്പം ഉള്ള 2 വർഷമായിട്ടില്ല, എന്നാലും കുറേ നാളായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കാൻ എനിക്കൊരു ഇഷ്ടമായിരുന്നു. ഇത് ആ ഒരു ടേബിൾ അവിടെ കിടക്കുന്നത് ഞാൻ വഴക്ക് പറയുന്നുണ്ടായിരുന്നു അയാൾക്കടുത്ത് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഇത് സ്വന്തം വീടല്ല എന്ന്. ഇത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടിട്ട ടേബിളാണെന്ന് പറയുന്നു. അതൊക്കെ മാറ്റിക്കൊടുത്തു എന്ന് അവൻ സാധനങ്ങൾ കൊണ്ടുവച്ചപ്പോൾ മാറ്റിക്കൊടുത്തു. ഇതാണ് അവൻ്റെ ബെഡ്. മറ്റേത് അവൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പോൾ അവന് അവിടെ റിസർച്ച് അസിസ്റ്റൻ്റായിട്ടാണ് കിട്ടിയത്. പിന്നെ ഒപ്പം തന്നെ അവൻ്റെ ഹയർ സ്റ്റഡീസ് കൂടെ അവൻ നോക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. സ്റ്റൈലായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല 2-3 മണിക്കൂറേ സംസാരിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പഴയ മലയാള ഗാനങ്ങളും വെച്ച് തിരിച്ചു എന്നുള്ളതാണ്. ഫോണൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. അടുത്തടുത്ത് വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ഫോണെല്ലാം ക്ലീൻ ആക്കേണ്ടിയുണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.